തണുത്ത ഒരു സ്പർശം മമ്പാടിൻ്റെ ഹൃദയഭാഗത്ത് കാലപ്പഴക്കം ചെന്ന റോഡുകളുണ്ടായിരുന്നു. ഉയർന്നു നിൽക്കുന്ന മരങ്ങളും പടർന്നു പന്തലിച്ച വള്ളിച്ചെടികളും അതിനെ ഒരു രഹസ്യം പോലെ പൊതിഞ്ഞു നിന്നു. ആരും ശ്രദ്ധിക്കാതെ കിടന്ന ആ വീട്ടിലേക്ക് ഒരു ദിവസം ആകാശ് താമസം മാറ്റി. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടം തേടിയാണ് അവൻ വന്നത്. ആ വീട്ടിന് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് ചുറ്റുവട്ടത്തുള്ളവർ പറഞ്ഞു. ചിലർ അവിടെ ഒരു പ്രേതഭവനം പോലെ കണ്ടു. പക്ഷേ അത്തരം കഥകളിലൊന്നും ആകാശ് വിശ്വസിച്ചിരുന്നില്ല. അതുവരെ വീട്ടിൽ ഒറ്റക്കായിരിക്കുമ്പോൾ ആകാശിന് ചിലപ്പോൾ ഒരു പ്രത്യേക തണുപ്പ് അനുഭവപ്പെടാറുണ്ടായിരുന്നു. വെറും തണുപ്പായിരുന്നില്ല അത്, ഒരുതരം മൃദുലമായ സ്പർശം, ഒരു തൂവൽ തലോടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നേർത്ത കാറ്റ് മുഖത്ത് തട്ടുന്ന പോലെ. അവൻ്റെ കൈത്തണ്ടയിൽ, കഴുത്തിൽ, ചിലപ്പോൾ മുടിയിഴകളിൽ പോലും. ആദ്യമൊക്കെ അവനതൊരു തോന്നലാണെന്ന് കരുതി. ആരെങ്കിലും പിന്നിലുണ്ടോ എന്നവൻ തിരിഞ്ഞു നോക്കും. പക്ഷേ ആരുമുണ്ടായില്ല. ജനലുകൾ തുറന്നു കാറ്റ് കയറിയതാണെന്ന് കരുതി അവൻ സ്വയം സമാധാനിച്ചു. ഒരു ദിവസം ആകാശ് അടുക്കളയിൽ നിന്ന് ചൂടുള്ള ചായ ഗ്ലാസ്സിലെടുക്കുകയായിരുന്നു. ചൂട് ഗ്ലാസിൻ്റെ പിടിയിൽ അനുഭവിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വശത്ത് ഒരു അസാധാരണ തണുപ്പ് അനുഭവപ്പെട്ടു. ചൂടും തണുപ്പും ഒരുമിച്ച്. അവൻ കപ്പ് താഴെ വെച്ച് ചുറ്റും നോക്കി. അടുക്കളയിൽ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ മനസ്സ് പതിയെ അസ്വസ്ഥമാകാൻ തുടങ്ങി. ഈ തണുപ്പെന്താണ്? ആരുടെ സാന്നിധ്യമാണ് ഇത്? രാത്രിയിൽ ആകാശ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പുതപ്പ് പതിയെ താഴേക്ക് വലിച്ചൊരു തണുത്ത കാറ്റ് അവൻ്റെ മുഖത്ത് തട്ടാറുണ്ടായിരുന്നു. അവൻ പുതപ്പ് ശരിയാക്കി വീണ്ടും കിടന്നു. പക്ഷെ അവന് പേടി തോന്നിയില്ല. കാരണം ആ തണുപ്പിനൊരു തരം വാത്സല്യമുണ്ടായിരുന്നു. അത് അവനെ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് എന്തോ ഒരു ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. ഒരു ദിവസം ആകാശ് പഴയ ഫോട്ടോ ആൽബം നോക്കുകയായിരുന്നു. കാലപ്പഴക്കം ചെന്ന ചിത്രങ്ങൾക്കിടയിൽ അവൻ്റെ മുത്തശ്ശിയുടെയും കുഞ്ഞായിരുന്ന അവൻ്റെ അമ്മയുടെയും ഒരു പഴയ ഫോട്ടോ അവൻ കണ്ടു. കുട്ടിക്കാലത്ത് മുത്തശ്ശി അവനെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഓർമ്മകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. മുത്തശ്ശിയുടെ വാത്സല്യം നിറഞ്ഞ തലോടലുകൾ അവൻ്റെ മനസ്സിന് നിറഞ്ഞു. അവൻ ഫോട്ടോയിലെ മുത്തശ്ശിയുടെ മുഖത്ത് വിരലോടിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി അവൻ്റെ നെറ്റിയിൽ ആ പരിചിതമായ തണുത്ത തലോടൽ അനുഭവപ്പെട്ടു. ആ സ്പർശത്തിന് മുത്തശ്ശിയുടെ കൈകളുടെ വാത്സല്യം പോലെ തോന്നി. ആകാശ് ഞെട്ടി. അവൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ഓർമ്മകൾക്ക് തണുപ്പുണ്ടോ? അവൻ അത്ഭുതത്തോടെ ചിന്തിച്ചു. ആ നിമിഷം അവനൊരു കാര്യം മനസ്സിലായി. ഈ തണുത്ത സ്പർശങ്ങൾ ഈ വീട്ടിൻ്റെ ഓർമ്മകളാണ്. ഇവിടെ ജീവിച്ചിരുന്നവർ, അവർ സ്നേഹിച്ചവർ, അവരുടെ ആത്മാവിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുമ്പോൾ അതൊരു തണുത്ത ഓർമ്മയായി നമ്മുടെ ചുറ്റും നിൽക്കും. അതൊരു പ്രേതമല്ല, മറിച്ച് ഇവിടെ ജീവിച്ചിരുന്നവരുടെ സ്നേഹത്തിൻ്റെ അവശേഷിപ്പാണ്. ഒരു കാലത്ത് ഈ ഭിത്തികൾക്കുള്ളിൽ നിറഞ്ഞു നിന്ന ജീവിതങ്ങളുടെ നേർത്ത സാന്നിധ്യം ഇപ്പോൾ അവന് ഈ തണുത്ത സ്പർശങ്ങളെ പേടിയല്ല, അവരവനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ജീവിച്ചിരുന്നവരുടെ സ്നേഹം. അവരുടെ ഓർമ്മകൾ ഈ വീട്ടിൽ ഒരു തണുത്ത കാറ്റ് പോലെ, ഒരു മൃദുലമായ തലോടൽ പോലെ ഇപ്പോഴും ജീവിക്കുന്നു. ചിലപ്പോൾ ഒരു പൂവ് വാടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ ആ തണുപ്പ് അവനെ തേടിയെത്തും. ഒരുപക്ഷെ ആകാശ് ഒറ്റക്കല്ല. ഈ വീട്ടിൽ, ഈ മുറിയിൽ അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ കൂടെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. തണുത്ത സ്പർശങ്ങളിലൂടെ അവരവനെ ഓർമ്മിപ്പിക്കുന്നു അവരിവിടെ ഉണ്ടെന്ന്. ആ ഓർമ്മകൾ നൽകുന്ന ആശ്വാസത്തിൽ ആകാശ് ആ പുരാതന വീടിനെ കൂടുതൽ സ്നേഹിച്ചു. തണുത്ത ആ സ്പർശങ്ങളിൽ അവൻ ജീവിതത്തിൻ്റെ ഊഷ്മളത അറിഞ്ഞു.